എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് പിന്നെ ഒരു ഓണം റെസിപ്പി തന്നെയാണ്, മത്തങ്ങ പയർ എരിശ്ശേരി. ശരിക്കും ഓണത്തിന് പ്രധാനം ചേന ഏത്തക്ക അല്ലെങ്കിൽ ചേന കായ എരിശ്ശേരിയാണ്. അത് ഞാൻ മറ്റൊരവസരത്തിൽ കാണിക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പയർ എരിശ്ശേരി. അപ്പോൾ ഇതിനുള്ള റെസിപ്പീസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതെല്ലാം ഇവിടെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. സംഗതികളൊക്കെ ഞാനത് ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഞാനത് വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ നമ്മളുടെ സമയം കളയണ്ടല്ലോ. അപ്പം അതിനുള്ള അരപ്പെന്ന് പറയുന്നത് ഈ തേങ്ങയും ജീരകം പിന്നെ കറിവേപ്പില അത് നമ്മളൊന്ന് അരച്ചെടുക്കണം. അല്പം ഉപ്പ് ചേർത്തരയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഏകദേശം ഒരു 1/4 കപ്പ്, ഇച്ചിരി തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊന്ന് വറുത്തും എടുക്കണം നമുക്ക്. അപ്പോൾ ഈ 2 കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സിമ്പിളാണ് ഇതിനെ എരിശ്ശേരി വയ്ക്കാൻ. ഈ പയർ ഞാനൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ രാവിലെ അങ്ങിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. വെളുത്തപ്പോഴേ ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് നന്നായിട്ട് അത് കുതിർന്ന പയറാണിത്. മെഷർമെൻ്റ് എല്ലാം ഞാൻ വീഡിയോയിൽ ഒടുവിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി എരിശ്ശേരി വയ്ക്കാം. ഇതിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ അരിഞ്ഞ മത്തങ്ങ ഇടാം. കുതിർത്ത് വെച്ചിരുന്ന പയറിട്ടു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. മത്തങ്ങയ്ക്ക് നല്ല മഞ്ഞ കളറാണ്, ഇനി ഒരുപാട് മഞ്ഞളിടണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിട്ടു. ചിലർ പറയുന്നത് എരിശ്ശേരിക്ക് മഞ്ഞൾ വേണ്ട എന്നാണ്. ഏതായാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്. നല്ലപോലെ ഞെരടിയ കറിവേപ്പിലയാണിത്. പച്ചക്കറിയിലെല്ലാം നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവർ പിടിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. പയർ വേകുമോ എന്ന് സംശയിക്കുകയൊന്നും വേണ്ട. പയർ നേരത്തെ കുതിർത്ത് വെച്ചതാണെങ്കിൽ നന്നായിട്ട് വെന്തോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എങ്കിലും അത് അടച്ച് നന്നായിട്ട് വേകാൻ അവിടെ വെച്ചു. അതേ സമയത്ത് തന്നെ നമുക്ക് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ചട്ടി ചൂടാവുന്ന ഉടനെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന ഉടനെ ഇച്ചിരി കടുകിടാം. അത് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാം. കടുക് കരിഞ്ഞു പോകത്തില്ല. അതൊന്ന് ഇളക്കി അത് ബ്രൗൺ കളറായി വരുന്ന ഉടനെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങ ഇടുകയാണ്. അതിന് നമുക്ക് ചെറുതായിട്ടത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുന്നതുകൊണ്ട് ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ശ്രദ്ധിച്ച് തീ കുറച്ചൊക്കെ ഇടണം. ഗോൾഡൻ യെല്ലോ കളറിൽ അത് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് ഈ അരപ്പും ഒന്ന് അരച്ച് റെഡിയാക്കി വെക്കണം. അപ്പോഴത്തേന് ജീരകവും കറിവേപ്പിലയും ഉപ്പും തേങ്ങയുമായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 2 വറ്റൽമുളകും കടുക് വറക്കുന്ന പോലെ 2-3 കറിവേപ്പില ഒന്നിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്യണം. കാരണം ഇനിയും വെച്ചിരുന്ന ഇത് കറുത്ത് പോകും. എനിക്ക് ഇത്രയും കളറ് മതി. പിന്നെ അടുപ്പിലിരുന്നാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നിരുന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അതല്ലെങ്കിൽ അടുപ്പ് മാറ്റി വെച്ചതിന് ശേഷമാണെങ്കിലും ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം ആദ്യം. അപ്പം നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം പയർ വെന്തോന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. മത്തങ്ങ വലിയ വേവില്ലല്ലോ. ഈ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പിടാം. തവി കൊണ്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളിതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ കുറേ ഓണം റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടേച്ച് അഭിപ്രായം പറയണം. അരപ്പിട്ടു. മിക്സ് ചെയ്ത് ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് കൊണ്ടാണ് നല്ല കളറ്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ മതി. അപ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച് തേങ്ങയും കൂടെ ഇടാം. മത്തങ്ങ പയർ എരിശ്ശേരി റെഡിയാവുന്നു. നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്താൽ മതി. പിന്നെ ഇത് പൊതുവേ കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് നീട്ടണം എന്ന ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം അറിയിക്കണം. നമ്മൾ ആ കുരുമുളകൊക്കെ ചേർത്ത് തേങ്ങ ഒക്കെ വറുത്തിട്ടതല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.